എനിക്കിതൊക്കെ നേരത്തെ മനസ്സിലായതാ. സത്യം പറഞ്ഞ എന്റെ ആഗ്രഹം ഏതെങ്കിലും ഒരു നാട്ടുമ്പുറത്ത് പോയി ഒരു വീട് വെച്ച് അവിടെ താമസിക്കണമെന്ന്. അല്ലേ? എന്നാ സാറ് നന്ദിനിയുടെ നാട്ടിലേക്ക് തന്നെ പൊക്കോ സാറേ. അവിടെ ആവുമ്പോ ബന്ധുക്കളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ഉടനെ വരും അതിന് വക്കാലത്തും കൊണ്ട്. അല്ല, തന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? ചോദിച്ചില്ലെങ്കിൽ എന്താ, അവനൊരു അഭിപ്രായം പറഞ്ഞതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഓ ഇന്ദ്രജെ, അതവിടെ വെച്ചേക്ക്. ഇന്ദ്രജ, നിന്റെ കൈ നോക്കിയേ. നിന്റെ ഡിസൈൻ സൂപ്പർ ആയിട്ടുണ്ട്. കൊള്ളാം കേട്ടോ. ഡിസൈൻ മാത്രമേ നല്ലുള്ളൂ, മൈലാഞ്ചി നല്ലതല്ലേ? ഓ, സമ്മതിച്ചു. നിങ്ങളുടെ നാടൻ മൈലാഞ്ചി നല്ലതാ. കൊള്ളാം. അതെ, മൈലാഞ്ചി മാത്രമല്ല, മൈലാഞ്ചി അരച്ച കൈയും നല്ലതാ. മകന്റെ ഭാര്യയെ ഇഷ്ടമല്ല. പക്ഷേ അവളുടെ നാട്ടിൽ നിന്നും അവള് പറിച്ചുകൊണ്ട് വന്ന മൈലാഞ്ചി കൊള്ളാം. അയ്യോ, കൊളായി. അത് പത്മാമരത്തിന്റെ കൈ കിടക്കട്ടെ, നന്ദിനിയുടെ ഒരു അടയാളമായിട്ട്. ഇത് ഇവള് കൊണ്ടുവന്നാണോ? ഞാൻ ചോദിച്ചായിട്ടില്ലേ ഇത് ഇവള് കൊണ്ടുവന്നാണോന്ന്. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇത് എന്നോട് പറഞ്ഞില്ല? പത്മ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് ഞാൻ തന്നോട് പറഞ്ഞു. ആര് കൊണ്ടുവന്നതാണെന്ന് താൻ എന്നോട് ചോദിച്ചതുമില്ല. ഇങ്ങനെ ഒരു നാണക്കേട് എന്റെ കയ്യിൽ പുരട്ടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് പറയായിരുന്നില്ലടി? അത് അതെ, തനി നാടനാ. ഇനി അത് പോണമെങ്കിൽ ഒന്നെങ്കിൽ കൈയിൽ നിന്ന് തൊലി ഉരിച്ചെടുക്കണം, അല്ലെങ്കിലേ അടുപ്പിൽ കൈ കാണിച്ചാലും മതി. പൊള്ളി കഴിയുമ്പോ അത് ഇളയിക്കൊള്ളും. എനിക്ക് വയ്യേച്ചിരിക്കാൻ. നന്ദിനി, അങ്ങനെ പത്മാമരത്തിന്റെ കയ്യില് തന്റെ ഒരു മുദ്ര. Now I am so happy. വിജി, ചിരി അടക്കാൻ പറ്റുന്നില്ല. ഹലോ, പത്മ, എൽസിയാണ്, വിമൻസ് ക്ലബിൽ നിന്ന്. ആ എൽസി, എന്തൊക്കെയുണ്ട് വിശേഷം? തന്നെ ഇപ്പൊ വിമൻസ് ക്ലബിലൊന്നും കാണുന്നില്ലല്ലോ. ഓ, തിരക്കില്ല. കമ്പനിയുടെ കാര്യങ്ങളിലാ മുഴുവൻ സമയവും. അതിനിടയിൽ ക്ലബിൽ വരാനൊന്നും സമയം കിട്ടുന്നില്ല. ഇപ്പൊ എവിടെയോ, ഓഫീസിലാണോ വീട്ടിലാണോ? ഞാനിപ്പോ വീട്ടിലാണ്. ഓഫീസിലേക്ക് ഇറങ്ങാ. എങ്കിലൊരു 5 മിനിറ്റ്, ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് വരിക. എന്റെ കൂടെ ചന്ദ്രികയുണ്ട്. എന്താ ഇപ്പൊ വിശേഷിച്ച്? അതൊരു സർപ്രൈസാ, ഞങ്ങള് വന്നിട്ട് പറയാന്നേ. സർപ്രൈസോ? അതെ, ജസ്റ്റ് ഒരു 5 മിനിറ്റ്. ഞങ്ങൾ എത്തുന്നു, സർപ്രൈസ് പൊട്ടിക്കുന്നു. ശരി. ആഹാ,
താൻ ഓഫീസിലേക്ക് ഇറങ്ങാന്ന് പറഞ്ഞിട്ട്. ആ വിമൻസ് ക്ലബിന്റെ ഭാരവാഹികൾ വരുന്നുണ്ട്. അവരിപ്പോ ഇങ്ങ് എത്തും. എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് അവര് പറഞ്ഞ. എന്ത് സർപ്രൈസ്? എനിക്കറിയില്ല. സത്യത്തിൽ കുറെ കാലമായി ഞാൻ അവരെയൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ട്. അതെങ്ങനെയാ? കോണ്ടാക്ട് ചെയ്ത ഉടനെ വിശേഷങ്ങൾ ചോദിക്കുമല്ലോ. ഏറ്റവും പ്രധാനമായി മകന്റെ വിവാഹത്തിനെ കുറിച്ച്. നാണക്കേട് തലയിൽ ചുമക്കുന്നതിനേക്കാളും നല്ലത് അങ്ങോട്ട് പോവാതിരിക്കുന്നതല്ലേ. അവര് വന്നു തോന്നുന്നു. ഹലോ പത്മ. കൊറേ നാളായല്ലോ നിങ്ങളൊക്കെ കണ്ടിട്ട്. എൽസി കുറച്ച് തടിച്ചിട്ടുണ്ടല്ലോ. ജിമ്മിലെ വർക്കൗട്ടൊക്കെ നിർത്തി. നടുവിന് ചെറിയൊരു വേദന. ആഹാ, സാർ ഇവിടെ ഉണ്ടായിരുന്നോ? എനിവേ നന്നായി. വാ 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 വരൂ. ഇരിക്കേ. എന്താ സർപ്രൈസ്? പത്മ പേടിക്കൊന്നും വേണ്ട. ഫണ്ട് പിരിവൊന്നും അല്ല അല്ലേ? അതാണെങ്കിലും സാരമൊന്നുമില്ല. അതിനൊക്കെ ഞാൻ എപ്പോഴെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? ഏയ് അതൊന്നും അല്ല. ചന്ദ്രിക അതിങ്ങ് തന്നെ. ദിസ് ഈസ് സർപ്രൈസ്. നോക്കട്ടെ. പത്മ, ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. എന്തിന്? വിമൻസ് ക്ലബിന്റെ ഇത്തവണത്തെ എക്സലൻസി അവാർഡ് തനിക്കാ. കൺഗ്രാറ്റ്സ് പത്മ. താങ്ക് യു. ഇന്നലെ ക്ലബിന്റെ ജനറൽ ബോഡി ഉണ്ടായിരുന്നു. അവിടെ വെച്ച് എല്ലാവരും ഏകകണ്ഠമായാണ് ഈ തീരുമാനം എടുത്തത്. സത്യത്തിൽ പത്മയ്ക്ക് ഈ അവാർഡ് നേരത്തെ തരേണ്ടതായിരുന്നു. കാരണം നമ്മുടെ അംഗങ്ങൾക്ക് ഇത്രയും മോട്ടിവേഷൻ നൽകുന്ന വേറൊരാളില്ലല്ലോ. താങ്ക് യു. വേറൊരു സർപ്രൈസ് കൂടി ഉണ്ട്. യെസ്, നമ്മുടെ സോണൽ പ്രസിഡന്റ് പ്രൊഫസർ ലക്ഷ്മി ചന്ദ്രകാന്ത് സ്ഥലത്തുണ്ട്. നാളെ അവര് ഡൽഹിക്ക് തിരിച്ചു പോവുക. അവരെ കൊണ്ട് തന്നെ പത്മയ്ക്ക് ഈ അവാർഡ് സമ്മാനിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. സോ ഇന്ന് രാത്രി ഞങ്ങൾ ഈ അവാർഡ് ഫംഗ്ഷൻ സംഘടിപ്പിക്കുന്നു. എല്ലാം വളരെ പെട്ടെന്നാണല്ലോ. സോറി സർ, അങ്ങനെ വേണ്ടി വന്നു. ആഹാ.